രാവണ, മതിയാക്കൂ നിന്റെ ജൽപ്പനം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. എന്റെ സ്വാമി ഇവിടെ എത്തി എന്നെ രക്ഷിക്കും. അതോടെ നിന്റെ അന്ത്യവുമാകും. ആരെവിടെ? ഇനിയും എന്നെ അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ ഇവളെ കൊന്നുകളഞ്ഞേക്കൂ. എനിക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റിയ ശരിയായ സമയം ഇതാണ്. ഹനുമാൻ രാക്ഷസിമാർക്കിടയിലേക്ക് ചാടി വീണു. കുരങ്ങനെ കണ്ടതോടെ എല്ലാ രാക്ഷസിമാരും പേടിച്ച് നാലുപാടും ഓടാൻ തുടങ്ങി. രാവണ, നീ ഏത് വേഷം ധരിച്ചു വന്നാലും എന്നെ വശത്താക്കാൻ നിനക്കാവില്ല. പോകൂ, ദൂരെ പോകൂ. അമ്മേ, ഞാൻ രാവണനല്ല, ശ്രീരാമന്റെ വിനീതദാസനായ ഹനുമാനാണ്. അമ്മയെ കണ്ടെത്താനാണ് ഞാൻ വന്നത്. പച്ചക്കള്ളം. നിന്നെ രാമൻ അയച്ചതാണെങ്കിൽ ഈ വലിയ സമുദ്രം നീ എങ്ങനെ കടന്നു? അമ്മേ, എന്റെ സ്വാമി തന്നയച്ച ഈ മുദ്രാമോതിരം നോക്കിയാലും. ഹനുമാൻ നൽകിയ മുദ്രമോതിരം കണ്ടതോടെ സീതയുടെ മുഖം വിടും. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണു നിറഞ്ഞു. ഹനുമാൻ, ഈ ദിനത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സീത തന്റെ തലയിൽ അണിഞ്ഞ ഒരു ആഭരണം എടുത്ത് ഹനുമാന് നൽകി. ഇതെന്റെ സ്വാമിക്ക് നൽകിയിട്ട് അങ്ങ് പറയണം, ഞാൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണെന്ന്. ശരി അമ്മേ, പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകും മുൻപ് ശ്രീരാമചന്ദ്ര മഹാരാജാവിന്റെ ശക്തി ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേടിക്കണ്ട, അത് അമ്മയെ ബാധിക്കില്ല. Chess number 7. Chess number 7.